എനിക്കുണ്ടല്ലോ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല 8 വർഷമായി പുലിമുരുകൻ റിലീസായതെന്ന്. ഇന്നലെ കഴിഞ്ഞൊരു ഫീലാണ്. ടൈമൊക്കെ ഭയങ്കര സ്പീഡിലാണല്ലേ പോകുന്നത്. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പുലിമുരുകൻ റിലീസാകുന്നത്. സ്റ്റിൽ എനിക്ക് ആ ഒരു ഡേ ഭയങ്കരമായിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സ്പെഷ്യലായിരുന്നു പുലിമുരുകൻ റിലീസായ ദിവസം. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് പടം കാണുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ഇത്രയും ഒരുപാട് സിനിമകൾ അതിന് ശേഷം അതിനു മുമ്പും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. പക്ഷേ ആ ഒരു സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടൊരു ഫീല് പിന്നെ ഒരിക്കലും കിട്ടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ച് പേഴ്സണൽ ആയതുകൊണ്ടായിരിക്കാം. കാരണം മോഹൻലാൽ സിനിമയാണ്, ലാലേട്ടൻ്റെ സിനിമ, ഇതിന് കുറേ സിനിമകൾ ഇങ്ങനെ ഫ്ലോപ്പായി നിൽക്കുമ്പോഴാണ് പുലിമുരുകൻ വരുന്നത്. വൈശാഖ് ഉദയകൃഷ്ണ കോമ്പോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലറൊക്കെയാണ് ഫീൽ ചെയ്തത്. വലിയ പ്രതീക്ഷയോടുകൂടി ഒന്നുമല്ല, കിട്ടിയാൽ ലോട്ടറി എന്നുള്ള രീതിയിലാണ് പടത്തിന് പോകുന്നത്. പിന്നെ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്, എനിക്ക് തോന്നുന്നു ഗോപി സുന്ദർ ചെയ്തിട്ടുള്ളതിൽ ഇത് ബെസ്റ്റ് മ്യൂസിക് തന്നെയായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ടായാലും അത് പുലിമുരുകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്റ്റണ്ട് സൈഡിലേക്ക് വരികയാണ് പീറ്റർ ഹെയ്ൻ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുലിമുരുകൻ ഈ സോ സ്പെഷ്യൽ. അതങ്ങനെ തന്നെയാണ്, അതെപ്പോഴും അങ്ങനെയാണ്. സ്റ്റിൽ നമ്മളിപ്പോൾ പുലിമുരുകൻ കണ്ടാലും നമുക്ക് ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ വരും. അന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഫീൽ ഉണ്ടല്ലോ, അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അഡ്രിനാലിൻ റഷാണ്. മറ്റേ ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റിലൊക്കെ പോയിരുന്നില്ല. ഞാൻ ഈ സിനിമ 2 3 വട്ടം തിയേറ്ററിൽ പോയി കണ്ടു. കാരണം ആദ്യം കണ്ട തിയേറ്ററിൽ എനിക്ക് അത്രയും അങ്ങോട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടില്ല. അതുകൊണ്ട് വേറൊരു തിയേറ്ററിൽ പോയി കണ്ടിട്ടൊക്കെയാണ്. അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതും നമുക്ക് മലയാളത്തിലെ ഒരു ആദ്യത്തെ 100 കോടി സിനിമ എന്നൊക്കെ പറയുമ്പം ഇപ്പോഴും 8 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷമായല്ലേ സിനിമ റിലീസായിട്ട്. 8 years ഓഫ് പുലിമുരുകൻ. സത്യം പറഞ്ഞാണല്ലോ അതിൻ്റെ ആ ഒരു സിനിമയുടെ എക്സിക്യൂഷൻ ഭയങ്കര രസമാണ്. വലിയ സ്റ്റോറി ഭയങ്കര സ്റ്റോറി എന്നൊന്നും ഞാൻ ഇപ്പം ദൃശ്യം പോലെയുള്ള സ്റ്റോറിയൊന്നും അല്ലല്ലോ, സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ ആ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്തത്, പിന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ്, ഗോപീസ് എന്ന് പറഞ്ഞ മ്യൂസിക്, പീറ്റർ ഹെയ്ൻ്റെ ആ ഒരു സ്റ്റണ്ട് ഫൈറ്റ് കാര്യങ്ങൾ, അവസാനത്തെ ഒരു ഫൈറ്റ് സീനുണ്ടല്ലോ, അത് എന്ത് ഗംഭീരമായിട്ടാണല്ലോ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് നമുക്കെല്ലാം പേടിയുണ്ടായിരുന്നത് ഈ പുലിയെ എങ്ങനെ ചെയ്യും, VFX ആണല്ലോ. അതാണ് എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കി ഇത് കുളമായി കഴിഞ്ഞാൽ സിനിമ മൊത്തത്തിൽ പോകും, ഫ്ലോപ്പ് ആവും എന്നുള്ള രീതിയിൽ ഇരുന്നത്. പക്ഷേ ഒരു കിടിലൻ സാധനമാണെന്ന് ഭയങ്കര ഞെട്ടിച്ചുകൊണ്ട് ആണ് ആ ഒരു സിനിമ വന്നതും. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് ഭയങ്കര ഒരു റഷാണ് തിയേറ്ററിലേക്കൊക്കെ. ആളുകളെല്ലാം പുലിമുരുകൻ കാണാനായിട്ട് ഹൗസ്ഫുള്ളായിട്ട് മാസങ്ങൾ, അല്ലെങ്കിൽ അത്രയും കാലം ഇല്ലാത്തൊരു റഷ്. എനിക്കൊന്ന് പ്രേമം കഴിഞ്ഞിട്ടൊക്കെ അത്രയും ഒരു റഷ് വരുന്നത് പുലിമുരുകനാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഷോസൊക്കെ ഇട്ട് എക്സ്ട്രാ സ്പെഷ്യൽ ഷോ ഒക്കെ ഇട്ട് കളിച്ച ഒരു സിനിമയാണ് പുലിമുരുകൻ. സോ സ്പെഷ്യലാണത് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പം അതിനുശേഷം ലൂസിഫറിൽ ഈ പറയുന്ന പോലെ ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പുലിമുരുകനിൽ കിട്ടിയതൊരു ഡിഫറൻറ്റ് ഫീലാണ്. അതിപ്പം ആ പുലിയായിട്ടുള്ള ഫൈല് അത് പിന്നെ എന്താണ് പറയേണ്ടത് ആ സിനിമയെ പറ്റിയിട്ട്? വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സിനിമയായിരുന്നു പുലിമുരുകൻ. അതിപ്പോൾ കണ്ടാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ചില സിനിമകളുണ്ട്. അങ്ങനെ കാണുന്നൊരു സിനിമയിലൊന്നാണ് പുലിമുരുകൻ. സ്റ്റിൽ 8 years എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടത്. അത് കുറേ പേരത് കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് മേ ബി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത് ഇപ്പോൾ പലരും പറയാറുണ്ട്, എന്തിനാണ് ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത്, നിങ്ങൾക്ക് ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ ആൾക്കാർ കണ്ടിട്ട് ഒപ്പീനിയൻ അറിഞ്ഞിട്ട് പോയാൽ പറയുന്നു. പക്ഷേ നമ്മളൊരു സിനിമയിലെ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ ആ ഒരു ട്രെയിലറിനെ വിശ്വസിച്ച്, ആ ഒരു ഡയറക്ടറിനെയും ആക്ടറിനെയും വിശ്വസിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മളെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇനി അത് എത്ര ദിവസം കഴിഞ്ഞ് പോയി കണ്ടെന്ന് പറഞ്ഞാലും അത് കിട്ടില്ല. അതിപ്പോൾ ഏത് സിനിമയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനെപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. അത് ഞാൻ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സാധനമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ള സിനിമ കാണാനായിരുന്നു, സീരീസുകൾ കാണാനാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ പുലിമുരുകൻ തന്നൊരു ഫീൽ, അത് പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ, അന്നത്തെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു പടത്തിന് വന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ മോഹൻലാൽ ഫാൻസിൻ്റെ കൂടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മറ്റേ പേപ്പറൊക്കെ വാരി എറിഞ്ഞിട്ട് അതൊരു ഭയങ്കര ഫീലായിരുന്നു. ഇനി അതുപോലൊരു സിനിമ വരുമോയെന്നൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ വരുമോയെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. കിട്ടിയത് കിട്ടി എന്നുള്ളതാണ്. ആ ഒരു നിങ്ങളുടെ അഭിപ്രായം അല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങൾ ഫസ്റ്റ് വർഷമാണോ പുലിമുരുകൻ പോയി കണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതിൽ ബൈ ഗൈസ്.